തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 11 സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ ജയിച്ചത് അഭിമാനത്തോടെയാണ് പലരും ആഘോഷിക്കുന്നത്. കണ്ണൂരിലെ 9 10-ഉം മുസ്ലിം ലീഗ് ഒരിടത്തുമാണ് എതിരില്ലാതെ ജയിച്ചത്. കണ്ണൂരിലെ മലപ്പട്ടം, കണ്ണപുരം ഗ്രാമപഞ്ചായത്തുകളിലും ആന്തൂർ നഗരസഭയിലുമായി 9 സ്ഥാനാർത്ഥികൾ വോട്ടെടുപ്പിന് മുമ്പേ ജയിച്ചു. CPIM ഭീഷണി മൂലമാണ് UDF സ്ഥാനാർത്ഥികൾക്ക് പലയിടത്തും പത്രിക നൽകാൻ കഴിയാത്തതെന്നാണ് കോൺഗ്രസ് ആരോപണം. എന്നാൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥികൾ പോലും ഇല്ലാത്ത അവസ്ഥയാണെന്ന് CPIM പരിഹസിക്കുന്നു. വാസ്തവത്തിൽ എതിരില്ലാ ജയങ്ങൾ ആഘോഷിക്കേണ്ടതുണ്ടോ? ജനാധിപത്യത്തിന്റെ ശക്തിയും സൗന്ദര്യവും മത്സരമല്ലേ? കാണാം നിശബ്ദമാക്കപ്പെടുന്ന ജനാധിപത്യം. തെരഞ്ഞെടുപ്പെന്നാൽ കുറെ ഓപ്ഷനുകളിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനം തന്നെ ഓപ്ഷനുകളാണ്. കുറെ പേർ മത്സരിച്ച് അവരിൽ നിന്നും ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിക്കുന്നവർ ജനങ്ങളുടെ പ്രതിനിധിയായി മാറുക. കണ്ണൂരിൽ 9 LDF സ്ഥാനാർത്ഥികൾക്ക് എതിരില്ലാത്തത്. ഇങ്ങനെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന രീതി ജനാധിപത്യത്തിന് ഭൂഷണമാണോ? ജനാധിപത്യത്തിന്റെ ലളിത നിർവചനം ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെ ഭരണമെന്നാണ്. മണി പവറും മസിൽ പവറുമല്ല ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കാൻ മാനദണ്ഡമാകേണ്ടത്. മത്സരമില്ലാത്ത തെരഞ്ഞെടുപ്പുകൾ മരിച്ച ജനാധിപത്യത്തിന്റെ പ്രതിഫലനമാണ്. പാർട്ടി കോട്ടകൾ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പക്ഷേ എതിർ ശബ്ദങ്ങൾ നിശബ്ദമാകുന്നു. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് ഇത് പ്രകടമാകുക. ലോക്സഭാ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ വാർഡുകളിൽ നിന്ന് രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് കിട്ടുന്ന വോട്ടുകളിൽ നിന്ന് മലയാളികൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അവിടങ്ങളിൽ വ്യത്യസ്ത നിലപാടുകളുള്ളവർ ഉണ്ടെന്നല്ലേ? എന്നാൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെത്തുമ്പോൾ പാർട്ടി കോട്ടകളിൽ എതിർ സ്ഥാനാർത്ഥികളാകാനോ പ്രവർത്തിക്കാനോ ആരുമിറങ്ങാത്ത സ്ഥിതി. പേടിയും പേടിപ്പിക്കലുമാണ് ഇതിന് കാരണമെന്നതിൽ സംശയിക്കേണ്ട. കണ്ണൂരിലെ ആന്തൂർ നഗരസഭ, മലപ്പട്ടം, കണ്ണപുരം പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലായി 9 ഇടതു സ്ഥാനാർത്ഥികൾക്ക് ഇത്തവണ എതിരില്ല. 3 CPIM കോട്ടയാണ്. എതിരില്ലാതെ ജയിച്ചയിടങ്ങളിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മൊറാഴ നഗരസഭ വാർഡും ഉൾപ്പെടുന്നുണ്ട്. അവിടെ ഉണ്ടാകുന്ന സാഹചര്യം ഇന്നലെ തന്നെ അവിടെയുള്ള ഒരു സ്ഥാനാർത്ഥി കൃത്യമായി തന്നെ പറഞ്ഞു. എന്താണ്? ഞാനാണ് നിത്യശ്രീ, ഞാനാണ് ഇത് ഒപ്പിട്ടത് എന്ന് നേരിട്ട് വന്ന് ഒരു റിട്ടേണിംഗ് ഓഫീസറോട് പറയുമ്പോൾ ആ ഒപ്പ് ആ കുട്ടിയുടെ തന്നെയാണ് എന്ന് അവിടെ ക്ലിയർ ആവുകയാണ്. അപ്പോൾ പറയുന്നു നോമിനേഷൻ ഫോമിൽ ഇട്ടിരിക്കുന്ന ഒപ്പുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ അതിൻ്റെ ഒരു 2 ഒപ്പുകൾ നിങ്ങളെ കാണിച്ചു. എന്ത് വ്യത്യാസമാണ് അവിടെയുള്ളത്? ആ നോമിനേഷൻ ഫോമിലുള്ള റിട്ടേണിംഗ് ഓഫീസറുടെ ഒപ്പുകൾ മുഴുവൻ വ്യത്യസ്തമാണ്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു. അപ്പോൾ ആ നോമിനേഷൻ തള്ളുകയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? CPIM ഭീഷണിക്ക് വഴങ്ങിയ റിട്ടേണിംഗ് ഓഫീസർ തന്റെ പത്രിക തള്ളിയതായി മലപ്പട്ടം പഞ്ചായത്തിലെ 12-ാം വാർഡ് UDF സ്ഥാനാർത്ഥി നിത്യശ്രീ ആരോപിക്കുന്നു. ഇന്നലെ ഞാൻ നാമസഭയ്ക്ക് പോയ വനാധികാരിയുടെ അടുത്ത് തന്നെയായിരുന്നു ഇന്ന് സൂക്ഷ്മ പരിശോധനയ്ക്ക് വേണ്ടി അവർ ഹിയറിങ്ങിന് വിളിച്ചത്. അപ്പോൾ അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് ഇത് ഇവരെന്നെ ഇട്ട സൈനാണെന്ന്. പക്ഷേ CPIM ഇത് കള്ളൊപ്പാണ്, ഇത് ഇവരിട്ടതല്ല എന്ന് പറഞ്ഞ് എന്നെ എല്ലാവരും മുന്നിൽ വെച്ച് ആക്ഷേപിച്ചു. പിന്നെ എനിക്ക് വല്ലാത്തൊരു വിഷമം തന്നെ സംഭവിച്ചു. അപ്പം തന്നെ അവരത് റിജക്ട് ചെയ്തു. അദ്ദേഹം വേറെ വിളിച്ചു ചോദിക്കാനൊന്നും നിന്നില്ല, അപ്പം തന്നെ അവർ റിജക്ട് ചെയ്തു. എന്നാൽ കോൺഗ്രസ് ആരോപണം അപ്പാടെ തള്ളുകയാണ് CPIM. സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പോലുമാകാത്ത ഗതികേടിലാണ് കോൺഗ്രസ് എന്ന പരിഹാസമാണ് CPM ഉയർത്തുന്നത്. മലപ്പട്ടത്തേക്കാൾ ആന്തൂരിനേക്കാൾ CPM-ന് സ്വാധീനമുള്ള എത്ര കേന്ദ്രമുണ്ട് കണ്ണൂർ ജില്ലയിൽ? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണോ? അവിടെയെല്ലാം മത്സരിക്കുന്നില്ലേ? ആളെ കിട്ടുന്നില്ല. അതിനും ഭീഷണി എന്ന നെറേറ്റീവാണ്. എന്താ ഭീഷണി? പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ആളുകൾ കിട്ടണമെങ്കിൽ നാട്ടുകാരുടെ ഇടയിൽ ഇറങ്ങി വർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾ വേണം കേട്ടോ. പ്രതിപക്ഷ നേതാവ് അതിന് പറ്റുന്ന കുറച്ച് ആളെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ നോക്ക്. ഇത് അവരുടെ ദൗർബല്യമാണ്. സ്വന്തം ദൗർബല്യം ഞങ്ങളുടെ മേലെ ചാരരുത്. ആന്തൂർ നഗരസഭയിലെ 5 UDF സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മാറ്റിവെച്ചിട്ടുണ്ട്. ഇതിലേതെങ്കിലും പത്രികകൾ തള്ളിയാലും അവിടെയും LDF വിജയമുണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.